മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡു ഇറ്റ് എന്ന്. ലൈക്ക് ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ്. പുള്ളിക്കാരിക്ക് താല്പര്യമില്ല. അപ്പോൾ പുള്ളിക്കാരി ഞാനാണ് ഗസ്റ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ ഞാനാണെന്ന് പറയുമ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. വി കൈൻഡ് ഓഫ് ലുക്ക് സിമിലർ. പുള്ളിക്കാരി ഇപ്പോൾ മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഹായ് ഗൈസ്, ഇന്ന് നമ്മൾ നോക്കുന്ന വീഡിയോ ഇപ്പം നമ്മുടെ പേർലി എയറിലാണല്ലോ അല്ലേ. അപ്പം ആ വീഡിയോ തന്നെയാണ് നോക്കുന്നത്. പേർലി ഇപ്പം നമ്മൾ അറിയുന്നത് ഭയങ്കര മോട്ടിവേഷണൽ സ്പീക്കർ, പോസിറ്റീവായി വിതറുന്ന ഒരു വ്യക്തി, സമൂഹത്തിൽ നല്ല ഫേമസ് ആയ ഒരു പേഴ്സണാലിറ്റി, ഫെയിം, മണി എല്ലാം ഉള്ളൊരു പേഴ്സണാലിറ്റി. അപ്പം പലരും പറയുന്നത് അല്ലെങ്കിൽ പലരും വിചാരിക്കുന്നത് അതുകൊണ്ട് പേർലിയെ പറ്റി ഇതൊക്കെ പറയുന്നതായിരിക്കാം അല്ലെങ്കിൽ ആണ് എന്നൊക്കെയാണ്. പലരും വീഡിയോസ് റിയാക്ട് ചെയ്തിരുന്നു. അപ്പം പലരുടെയും മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്താഗതിയാണിത്. പക്ഷേ സമൂഹത്തിൽ ഒരു തെറ്റ് പറ്റുന്നത് അല്ലെങ്കിൽ ഒരു റോങ് ഉണ്ടെങ്കിൽ അത് പറയുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് എന്താണ് ഇന്നത്തെ വീഡിയോയ്ക്ക് ആധാരമായിട്ടുള്ള കാര്യം എന്ന് നോക്കാം. ഇപ്പൊ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ കുറെ എബി അങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്ത് വരുന്ന ആ ഒരു ടൈമിൽ ഒരു ചാനലിലേക്ക് ഇന്റർവ്യൂവിന് വിളിച്ചു. അപ്പോൾ ഒരുപാട് തവണ ഇന്റർവ്യൂവിന് വിളിച്ചു, ക്യാൻസൽ ചെയ്തുകൊണ്ടേയിരുന്നു. 2 തവണ 3 തവണ ക്യാൻസൽ ചെയ്തു. അപ്പം ഞാൻ ഗസ്റ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് ഞാൻ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ സെറ്റ് ചെയ്യണം, അറിയാലോ, കോസ്റ്റ്യൂം നമ്മൾ സെറ്റ് ചെയ്യണം, നമ്മളതിൽ ഗസ്റ്റ് ആണല്ലോ. 2 തവണ 3 തവണയൊക്കെ ക്യാൻസൽ ചെയ്ത സമയത്ത് മൂന്നാമത്തെ തവണ ഇവർ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ചേട്ടാ ഇനി ക്യാൻസൽ ചെയ്താൽ എനിക്ക് നാണക്കേടാ. ബിക്കോസ് സ്റ്റൈലിസ്റ്റ് ആണെങ്കിലും കോസ്റ്റ്യൂം ചെയ്യുന്ന അവരുടെ അടുത്തും അവരും മെനക്കെടുവല്ലേ. അത് വല്ലാത്തൊരവസ്ഥയാണല്ലോ. സ്വയമായിട്ട് സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്യണം. 2-3 പ്രാവശ്യം വിളിക്കുക, എന്നിട്ട് പിന്നെ പറ്റത്തില്ല എന്ന് പറയുക. അപ്പോൾ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, ബിക്കോസ് അവരൊരു ബഡ്ഡിങ് സ്റ്റാർ അല്ലെങ്കിൽ ഒരു വളർന്നു വരുന്ന ഒരു നടിയായിരുന്നു ആ സമയത്ത്. സോ അപ്പം അവർക്കുണ്ടായ ബുദ്ധിമുട്ട് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇനിയും ഇത് ആരാണ് ചെയ്തതെന്നുള്ള കാര്യം പറയാതെ മെറീന മൈക്കിൾ എന്ന് പറഞ്ഞ നടി പറയുന്നുണ്ട്. നമുക്ക് ആ ഭാഗം കൂടെ ഒന്ന് കണ്ടു നോക്കാം. കാര്യത്തിനും കാട്ടി കൂടുതൽ ആ ടീമിന് അത് നാണക്കേടാണ്. അപ്പൊ അതുകൊണ്ട് ഇനി ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞിട്ട് പുള്ളി വിളിച്ചു. ആ എപ്പിസോഡ് ഞാൻ ചെയ്യുമ്പോൾ അതിന് ആങ്കർ ചേഞ്ച് ആയി. അപ്പോൾ വേറൊരു ആങ്കർ അപ്പൊ ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് അറിയില്ലായിരുന്നു. ലൈക്ക് അന്ന് ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉച്ചയ്ക്ക് ബ്രേക്കിന്റെ സമയത്ത് നമ്മൾ അപ്പോൾ ഉള്ള ആങ്കറും ഈ ടീമിലെ മെമ്പേഴ്സ് എല്ലാവരും കൂടെ നിൽക്കുമ്പോഴാണ് പ്രോഗ്രാം പ്രൊഡ്യൂസർ പറയുന്നത്, മുമ്പ് ആങ്കർ ചെയ്ത കുട്ടിക്ക് ഞാനാണ് ഗസ്റ്റ് എന്ന് പറയുമ്പോൾ ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഡു ഇറ്റ് എന്ന്. ലൈക്ക് ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ്. പുള്ളിക്കാരിക്ക് താല്പര്യമില്ല. അപ്പോൾ പുള്ളിക്കാരി ഞാനാണ് ഗസ്റ്റ് ലിസ്റ്റ് നോക്കുമ്പോൾ ഞാനാണെന്ന് പറയുമ്പോൾ ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. വി കൈൻഡ് ഓഫ് ലുക്ക് സിമിലർ. പുള്ളിക്കാരി ഇപ്പോൾ മോട്ടിവേഷൻ ഒക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട്. വി കൈൻഡ് ഓഫ് ലുക്ക് സിമിലർ. അപ്പം ആ മുടി ചുരുണ്ടത്, പിന്നെ അതേ ഒരു ലുക്സ് ഒക്കെ പേർലിയെ പോലെ ഉണ്ട്. ഇനിയും അതുകൊണ്ടാണോ ഇനി പേർലിക്ക് എടുക്കാൻ വയ്യാതെ? എന്നെ പോലെ ഞാനൊരു ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണല്ലോ, എൻ്റെ അറിയപ്പെടുന്ന ഈ ചുരുണ്ട മുടി അങ്ങനെയുള്ള കാര്യങ്ങളോ, ഞാൻ ആ ഒരു കുട്ടിയെ ഇൻ്റർവ്യൂ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എൻ്റെ ഒരു ഇതിന് ഒരു ഇമ്പാക്റ്റ് ആകുമോ എന്ന് വിചാരിച്ചാണോ എന്ന് എനിക്കറിയത്തില്ല. ബാക്കി പിന്നെ മോട്ടിവേഷൻ പറഞ്ഞ് നടക്കുന്നുണ്ട്. ഇപ്പം മോട്ടിവേഷൻ്റെ വീഡിയോസ് ഇഷ്ടംപോലെ ഇടുന്നത് പെർലിയാണ്. കുളു ടോക്സ്, ആ ടോക്സ്, ഈ ടോക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ മോട്ടിവേഷൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പം ഈ ഉപദേശവും മോട്ടിവേഷനും ഇതുകൂടെ വേണ്ട എന്നാണ് എനിക്ക് ഇക്കാര്യത്തിൽ തോന്നുന്നത്. പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട് ഇത് പേർലി തന്നെയാണെന്ന്. നമ്മൾ പണ്ടല്ലേ ജയസൂര്യയെ പറ്റി ഓരോരോ നോട്ടിഫിക്കേഷൻ കൊടുത്തപ്പോൾ ആളുകളെല്ലാം കമൻസ് വന്ന് കമൻറ്റ് ഇട്ട പോലെ ഇത് പേർലി മാണിയാണെന്നുള്ള കാര്യം എല്ലാവരും വന്ന് താരെ കമൻറ്റ് ഇടുന്നുണ്ട്. അത് അപ്പം മേജർലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റിയാലിറ്റി ആൻഡ് റീൽ അത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. നമ്മൾ വിചാരിക്കും എന്ത് മോട്ടിവേഷൻ, എന്ത് പോസിറ്റിവിറ്റി, അവരുടെ ജീവിതം എന്ത് സുഖമോ എന്ന് വിചാരിക്കുമ്പോൾ ആക്ച്വലി അവരുടെ പുറകിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ യഥാർത്ഥ ജീവിതത്തിലുള്ള കാര്യങ്ങൾ, അവരെ നേരിട്ടറിയാവുന്നവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, അതൊക്കെ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആണ് മെറീന മൈക്കിൾ പറയുന്നത്. ഇല്ലാണ്ടാക്കിയ കാര്യമല്ലേ. കാരണം എനിക്ക് ആ ടൈമിൽ വരേണ്ട വിസിബിലിറ്റി അല്ലെങ്കിൽ ഓഡിയൻസ് എന്നെ കാണേണ്ട സാധനം മുഴുവൻ എനിക്ക് കട്ട് ഓഫ് ആയി പോയി. അപ്പം അതും നമ്മൾ പറയുമ്പോൾ എന്താണ്, നമ്മുടെ ജോലി നിഷേധിക്കുന്ന പോലെയല്ലേ. നമ്മൾ ഈ മൊബൈലിൻ്റെ ചെറിയ സ്ക്രീനിൽ കൂടെ കാണുന്ന പലരും അവരുടെ റിയൽ ലൈഫിൽ എന്താണ് എന്ന് നമുക്കറിയില്ല. അവർ എന്താണോ അവർ കാണിക്കുന്നത് അത് മാത്രമാണ് നമ്മൾ കാണുന്നത്. അതും കണ്ടുകൊണ്ട് തുള്ളിച്ചാടി ഓടിച്ചാടി
ഒക്കെ നടന്നിട്ട് യാതൊരു കാര്യവുമില്ല. ഒരിക്കലും അതിന്റെ എക്സ്പ്ലനേഷനും വേണ്ടി നോക്കിയിട്ടില്ലേ? ബട്ട് ഞങ്ങൾ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ആൾക്കാരാ. എനിക്ക് അതിന്റെ ആ ഒരു ഇത് മനസ്സിലാവുന്നേ ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. അതെ. ബട്ട് കരിയർ വൈസ് വരുമ്പോൾ ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ആങ്കർ എന്നുള്ള സാധനമാണ്. ഞാൻ ചെയ്യുന്ന എപ്പിസോഡ് മുതൽ പുതിയൊരു ആങ്കറുമാണ്. അപ്പൊ ആ ആങ്കർ ആയിട്ടുള്ള കുട്ടി ആർട്ടിസ്റ്റ് തന്നെയാണ്. അവർക്കും അറിയാം ഈ ഒരു ഇൻസിഡന്റ്, ഇങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടെന്നുള്ളത്. ആ ഡബിൾ സ്റ്റാൻഡേർഡ് മെറീനയ്ക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് പലരും, നമുക്ക് തന്നെ അറിയാവുന്നവരുണ്ട്. നമ്മുടെ നേരിട്ട് കാണുമ്പോൾ നമ്മളോട് ഭയങ്കര സ്നേഹം വാരി വിതറുമായിരിക്കും, നമ്മളെ കാണിക്കലും ഭയങ്കര സംഭവം. പക്ഷേ നമുക്ക് പുറകിൽ നിന്ന് വേറൊരു സുഹൃത്തു നിന്ന് അറിയാൻ കഴിയുമോ ഇവൻ നിന്നെപ്പറ്റി ഇങ്ങനെ പറഞ്ഞടാ എന്ന് ഒരു കാര്യം നമ്മൾ പല സിറ്റുവേഷനിൽ പല സമയത്ത് നമ്മളും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമായിരിക്കും. പിന്നെ കുറേ പേര് പറയുന്നുണ്ട് ഈ പെൺകുട്ടിക്ക് അപകർഷതാബോധം അല്ലെങ്കിൽ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണ്. എന്നെ സ്വയമായിട്ട് ഓക്കെ ഇൻഫീരിയറായിട്ട് ഷീ ഫീൽസ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് എന്നാണ് പലരും പറയുന്നത്. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അവർ നേരിട്ട് അറിഞ്ഞൊരു കാര്യമാണ്. വേറൊരു വീഡിയോ കൂടെ നമുക്ക് കാണാം. മെറീന ഏതൊരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയിരുന്നപ്പം വേറൊരു സൂപ്പർ സ്റ്റാർ വന്നിട്ട് വണ്ടി ഡോറ് ഭയങ്കര ലൗഡായിട്ട് അവര് കൊട്ടിയടിച്ചു എന്നുള്ളത്, ആ ഇൻസിഡന്റ് എന്തായിരുന്നു? അത് ഫീമെയിൽ തന്നെയായിരുന്നു. ആണോ? അത് ഫീമെയിൽ ആർട്ടിസ്റ്റ് ആയിരുന്നു. സൂപ്പർ സ്റ്റാർ എന്ന് ഞാൻ കൺസിഡർ ചെയ്യാൻ എനിക്ക് അറിയില്ല. ഐ കാൺ കോൾ ഹർ സൂപ്പർ സ്റ്റാർ. ഷീ ജസ്റ്റ് ആൻ അപ്കമിങ് സ്റ്റാർ. അപ്പം അതും ഇതേപോലെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ പെട്ടെന്ന് അങ്ങനെ ഒരു ബിഹേവിയർ ഉണ്ടായപ്പോ എനിക്കിതാ പ്രശ്നം, ഇതെന്തിനാ ഇങ്ങനെ ചെയ്യണമെന്നുള്ള സംഭവം ഉണ്ടാവുമല്ലോ. അപ്പൊ ഞങ്ങള് ഒരു മൂവി ഒരുമിച്ച് വർക്ക് ചെയ്തതാണ്. അപ്പം ഒരു 100 meters അപ്പുറത്തേക്ക് ഷൂട്ടുള്ളൂ. വണ്ടിയിൽ പോകേണ്ട ആവശ്യമില്ല, നടന്നു പോകാനുള്ളതേ ഉള്ളൂ സത്യം പറഞ്ഞ്. അപ്പൊ ഞാൻ ആദ്യം മേക്കപ്പ് കഴിഞ്ഞ് റെഡി ആയി. അപ്പം അതിന്റെ തലേ ദിവസം ഇതേപോലെ ഞാൻ ഫ്രണ്ടിൽ ഇരിക്കുന്ന സമയത്ത്, അതായത് ഡ്രൈവറുടെ സൈഡിലുള്ള സീറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഷീ ഫെൽറ്റ് അപ്സെറ്റ്. അപ്പൊ എനിക്കത് മനസ്സിലായി. ഇപ്പൊ ചില ആളുകൾക്ക് ഉണ്ട് ഇങ്ങനെ അപ്സെറ്റ് ആവുന്ന ഒരു പരിപാടി. ഇതിനു മുമ്പ് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, വിച്ച് ഇസ് ഫ്രം എ മെയിൽ. അപ്പം ഈ കാര്യം എന്താ വെച്ചാൽ ഞാനപ്പോൾ നെക്സ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഇങ്ങനെ 100 meters ഷൂട്ടുള്ള സ്ഥലത്ത് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ബാക്കിലിരുന്നു. ലെറ്റ് ഷീ കം ആൻഡ് സിറ്റ് ഇൻ ഫ്രണ്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ ഫ്രണ്ടിൽ ആളിരുന്നില്ല. ഞാൻ ഇങ്ങനെ ഫോണിൽ കളിക്കും. അപ്പൊ നമുക്ക് ഒരാൾ ഡോർ തുറക്കുമ്പോൾ അറിയാൻ പറ്റും. അപ്പൊ ആളുടെ ക്യാരവാന്റെ ഡോറിന്റെ ഫ്രണ്ടിലാണ് ഞാൻ എന്റെ ഒരു പൊസിഷൻ ഇരിക്കുന്നത്. ഞാൻ ഫോണിൽ കളിക്കുമ്പോൾ ആള് തുറന്ന് എന്നെ കണ്ട ഉടനെ ആള് വാതിലടച്ചു. ഈ പറയുന്ന നടി ഇപ്പൊ റീസെന്റ് ആയിട്ട് വന്ന പടം വിവേകാനന്ദൻ വൈറലാണ്. അതിൽ ഗ്രേസ് ആന്റണി ആണെന്നുള്ള കാര്യം അതും ആളുകൾ പറയുന്നുണ്ട്. ഇപ്പം വിഗ്രഹങ്ങളൊക്കെ താഴെ വീണുടയുന്നതാണ് കാണുന്നത്. ഇപ്പോൾ പെർലിമാണി ആയിക്കോട്ടെ, എസ്പെഷ്യലി പെർലിമാണി ഈ കുട്ടിയെ ഇൻ്റർവ്യൂ എടുക്കാൻ തയ്യാറാകുന്നില്ല. അതിനുള്ള കാരണം എന്താണെന്ന് പെർലിമാണി തന്നെ പറയണം. പെർലിമാണി പല മോട്ടിവേഷൻസും പലരെയും വളർന്നു വരുന്നതും എങ്ങനെ വളർന്നു വരണം എന്നൊക്കെ പറയുന്ന പല പല കാര്യങ്ങളും മോട്ടിവേഷൻസിലുണ്ട്. എന്നിട്ട് അവസാനം ഇങ്ങനെയാണ് ഒരു വ്യക്തിയോട് കാണിക്കുന്നതെങ്കിൽ തന്നെക്കാളിലും തൻ്റെ ഒരു റേഞ്ചിനുള്ളവരെ അങ്ങനെ ഇൻ്റർവ്യൂ ചെയ്യത്തുള്ളൂ. ഇപ്പം റീസെൻ്റായിട്ട് വന്ന പെർലിമാണിയുടെ ഇൻ്റർവ്യൂ കണ്ടാൽ തന്നെ എനിക്ക് മനസ്സിലാവും. നസ്രിയ, ബേസിൽ ജോസഫ് അവരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്നത്, നസ്രിയ അവരെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് നമ്മുടെ പെർലിമാണി. അങ്ങനെ വരുമ്പം തൻ്റെ റേഞ്ചിൽ അല്ലെ തന്നെക്കാൾ മുകളിൽ നിൽക്കുന്നവരെ ഇൻ്റർവ്യൂ ചെയ്താലേ താൻ വളരൂ എന്നുള്ള ചിന്താഗതിയോടെയാണ് പെർലിമാണി ആ ഇൻ്റർവ്യൂ ഒക്കെ അവോയ്ഡ് ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ അവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, അവർ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സ്നേഹമാണ്, കെട്ടിപ്പിടിച്ച് ഉമ്മയാണെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ പിന്നെ എന്തുകൊണ്ട് ഇൻ്റർവ്യൂ എടുക്കാൻ തയ്യാറായില്ല എന്നുള്ളത് നമുക്ക് ചോറ് കഴിക്കുന്നവർക്കൊക്കെ ഏകദേശം മനസ്സിലാവും. തൻ്റെ ഒരു റേഞ്ചുണ്ട്, അതിലോട്ട് താഴെ പോകരുത്. ആ ഒരു റേഞ്ച് ബിൽഡ് ചെയ്ത് മേപ്പോട്ട് പോകണം. എത്രത്തോളം തെറ്റ് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത്രയും മോട്ടിവേഷനും ഇതും രണ്ടും കൂടെ ഉണ്ടാക്കരുത്. അത് പിന്നെ മോട്ടിവേഷനും കാര്യങ്ങളൊക്കെ പറയാതിരിക്കുക, തൻ്റെ ഇതും കാര്യങ്ങളൊക്കെ. ഞാൻ ഒരു മോട്ടിവേഷൻ വീഡിയോ നമുക്ക് നോക്കാം, ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇപ്പം നിങ്ങളുടെ ഏരിയയിൽ ഒരു ലോക്കൽ ഗുണ്ടയുണ്ട്. ആ ലോക്കൽ ഗുണ്ട നിങ്ങളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു? ആ ഗുണ്ട വരുമ്പോൾ പല ആൾക്കാരും എഴുന്നേറ്റ് നിൽക്കുന്നു. ആ ഗുണ്ടേനെ കാണുമ്പം കുറേ പേര് പേടിച്ചിട്ട് അയാളെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചു അപ്പോൾ ഗുണ്ടയായ റെസ്പെക്റ്റ് കിട്ടും. ഇതാണോ നിങ്ങൾക്ക് കിട്ടുന്ന ഇൻഫ്ലുവൻസ് എങ്കിൽ നിങ്ങൾ ആരാവും? ഗുണ്ടയാവും. പക്ഷെ നിങ്ങൾ വേറെ സൈഡിലൂടെയാണ് അദ്ദേഹത്തിനെ കാണുന്നത്. ഒരിക്കലും നമ്മൾ നെഗറ്റീവായിട്ടുള്ള രീതിയിൽ റെസ്പെക്റ്റ് പിടിച്ചു പറിക്കാൻ പാടില്ല, ആൾക്കാരെ വെറുതെ പേടിപ്പിക്കാൻ പാടില്ല, മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റുള്ള ഒരാൾ അതെങ്ങനെ കാണും? ഒരിക്കലും നമ്മൾ ഒരു ഗുണ്ടയാവരുത് എന്ന്. അപ്പം ഇങ്ങനെയൊക്കെ ഇരുന്ന് വാചാലയാകുന്ന പെർലിമാണി ഇങ്ങനെയാണ് റിയൽ ലൈഫിൽ പെരുമാറുന്നതെങ്കിൽ അപ്പം
ആലോചിച്ച് നോക്കുക. ഈ ഉപദേശവും ഇവിടെ വേണ്ട വർമ്മ സാറേ എന്ന് പറയുന്ന പോലെ അങ്ങനെ ചെയ്യരുത്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നതിന് വരെ ഗുഡ് ബൈ.